എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് പണ്ടേ കുക്കിംഗ് ചെയ്ത ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് വീഴ്ത്താൻ പോവുകയാണ്. ഈ നെയ്യ് നമ്മൾ എടുക്കുന്ന അളവെന്ന് പറയുമ്പോൾ ഏകദേശം 4 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലെടുക്കുമ്പോൾ അതൊക്കെ അളവായിട്ടുണ്ട്. ഏകദേശം തീയൊന്ന് കുറച്ച് വെച്ച് ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കുക കുറച്ച് നേരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് കിണ്ടി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് കിണ്ടി ഇതൊന്ന് വാടി വരുന്നതിന് വെയിറ്റ് ചെയ്യുക. അടുത്ത് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ചെറുതായി അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ സവാളയാണ്. അതിനെ നമ്മളിതിലോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിലേക്കാണ് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ വീണ്ടും കിണ്ടി കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് കിണ്ടി എടുക്കുക. ഏകദേശം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ടൊമാറ്റോ സോസ് മതി. നമുക്കത് ഏകദേശം ഒരു 2 ടീസ്പൂൺ അടുപ്പിച്ച് ടൊമാറ്റോ സോസ് ഇതിൽ ആഡ് ചെയ്താൽ മതി. അതേ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിലോട്ട് അടുത്ത് കുറച്ച് തൈരും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോസ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് കുറച്ച് തൈര്. ഇപ്പോൾ കുറച്ച് തൈര് നമ്മൾ ആഡ് ചെയ്തു. നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തു തൈരും. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ സ്പൂണിൽ ഏകദേശം ഫുള്ളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് തൈര്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുക നല്ല രീതിയിൽ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അതിലോട്ടൊന്ന് ആക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറേ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഉപ്പും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് ഇതിനെ കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ വരും ഇത്. അപ്പോൾ വേറെ ഈ റൈസ് നമുക്ക് കഴുകി നമുക്ക് വേവിക്കാൻ വേണ്ടി എടുക്കാം. എന്ന് പറഞ്ഞ് ഈ അരി നമ്മൾ ഏകദേശം 2-3 വെള്ളം നല്ല രീതിയിൽ കഴുകി വാഷ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മല്ലി ഇലയും പുതിന ഇലയും നമുക്ക് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ അതിനെ ഒന്ന് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് നോക്കി. നമ്മളെടുത്ത അരിയുടെ ഇരട്ടി ഭാഗം നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുക, ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ഇരട്ടി എടുത്തില്ല, അന്ന് 1 ഗ്ലാസ് കുറച്ച് ഇരട്ടി എടുത്താൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ അരി തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി അതിലേക്ക് നമ്മൾ അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇനി അടച്ചു വയ്ക്കുക. പക്ഷെ ഇത് നമുക്ക് 1 കിലോ വേവണ കുക്കറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിലിട്ട് വേവിച്ചെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇതിലിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചെറുത് തീയിലിരുന്ന് വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഹായ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല മണമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്തൊന്ന് കഴിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടെ. കുഴപ്പമില്ല, കൊള്ളാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒന്ന് കുക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ്.